നാം ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്നുണ്ട്. പിന്നെ പറയാനായിട്ടുണ്ട് നമുക്ക്. ടെലഗ്രാം ഒക്കെ ഉണ്ട്, വാട്സപ്പ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. സാറ്റലൈറ്റ് ചാനലുകൾ മാത്രം ഉണ്ടായിരുന്നൊരു കാലം പിറകോട്ട് പോയാൽ. ഇനി സാറ്റലൈറ്റ് ചാനലുകളും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. പത്രങ്ങൾ മാത്രമുള്ളൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ പത്രങ്ങൾ മാത്രമുണ്ടായിരുന്നൊരു കാലം. അതിനു മുമ്പേ പത്രങ്ങൾക്ക് മുമ്പേ വീക്കിലികൾ പോലുള്ള ചെറിയ ചെറിയ മാസത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ഇറങ്ങുന്ന സംവിധാനങ്ങൾ, അത് കഴിഞ്ഞത് പത്രമാകുന്ന ദിവസവും വീട്ടിൽ വരുന്ന സംവിധാനത്തിലേക്ക് മാറുന്നു. അത് കഴിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് ചാനലുകൾ വരുന്നത്. ആദ്യമായി തുടങ്ങുന്നത് ദൂരദർശനാണ്. ദൂരദർശൻ ആദ്യമായി വന്നപ്പോൾ എല്ലാ വീടുകളിലുമൊക്കെ വലിയ ആവേശമായിരുന്നു, ഗ്രാമങ്ങളിലും വായനശാലയിലും. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി വന്ന ഒരു സ്വകാര്യ സാറ്റലൈറ്റ് ചാനൽ. ഏഷ്യാനെറ്റ് ശശികുമാർ എന്ന് പറയുന്ന അന്ന് അദ്ദേഹം ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ശശികുമാർ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ്റെ നേതൃത്വത്തിലാണ് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ഇപ്പോൾ 30 വർഷം കഴിയുകയാണ്. 30 വർഷം കഴിയുമ്പോൾ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ്. ചില വളരെ അപൂർവം ദിവസങ്ങളിൽ മറ്റു ചാനലുകൾ കൂടെ മത്സരിച്ചോടി ബാർ റേറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഏഷ്യാനെറ്റ് തന്നെയാണ് വളരെ വൈവിധ്യമായ ഒരുപാട് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ, പിന്നെ അതിനകത്ത് നേരോടെ, നിർഭയം, നിരന്തരം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആ ചാനലുകൾക്ക് ബയാസ് ഉണ്ടാകും. ചാനൽ മുതലാളിക്ക് രാഷ്ട്രീയമുണ്ടാകും, സാമ്പത്തിക താല്പര്യമുണ്ടാകും, ഒരുപാട്, പിന്നെ അവരുടെ വ്യക്തിപരമായ വിൻസ് ആൻഡ് ഫാൻസികളുണ്ടാവും. പിന്നെ പ്രവർത്തിക്കുന്ന ജേർണലിസ്റ്റുകളുടെ വിൻസ് ആൻഡ് ഫാൻസി ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ജേർണലിസം പഠിക്കുന്ന കൂടുതൽ കുട്ടികളും ഇടതുപക്ഷ ലൈനിൽ ചിന്തിക്കുന്ന കുട്ടികളാണ് കൂടുതലും ജേർണലിസം പഠിക്കുന്നത്. അത് വേറൊന്നുകൊണ്ടല്ല, ജേർണലിസത്തിൽ അങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നത് മറ്റ് കോഴ്സുകൾ പോലെയല്ല. ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള കോഴ്സുകൾ. അപ്പോൾ ജേർണലിസ്റ്റുകളിൽ നല്ലൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും അവരൊരു ഇടതുപക്ഷ ആഭിമുഖ്യമൊക്കെയുള്ളവരാണ്. അതെല്ലാം വരാം ചാനലിൽ. ഇതെല്ലാം വരും. ഞാൻ സൂചനകൾ പറഞ്ഞത് ഇതെല്ലാം വരുമ്പോഴും ഏഷ്യാനെറ്റ് ചാനൽ വളരെ കൃത്യമായി ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ എൻ്റർടൈൻമെൻറ്റ് ചാനലുണ്ട്, അവരുടെ ബിഗ് ബോസ് പരിപാടികളുണ്ട്. ബിഗ് ബോസൊക്കെ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ആഡിയൻസ് ഉള്ള പരിപാടികളാണ്. അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയ തോതിൽ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ അതുപോലെ ചാനൽ വൈകുന്നേരത്തെ ചർച്ച, ന്യൂസ് അവർ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വലിയ റീച്ചുള്ളതാണ്. ഒരുപാട് പ്രമുഖമായ ഗസ്റ്റുകൾ പോകുന്നതാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ വലിയ റീച്ച് കൊണ്ടുവരുന്ന വിഷയങ്ങളാണ്. പലതും തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ട് തന്നെ സർക്കാരുകൾ, ഏത് സർക്കാരായാലും, അത് LDF, UDF, BJP, ഏത് സർക്കാരായാലും അവർക്ക് നടപടികൾ എടുക്കേണ്ടി വരുന്നു. ഈ സംവിധാനം അലർട്ടാവുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലാണ് ഏഷ്യാനെറ്റിൻ്റെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ 30 വർഷം ആയതുകൊണ്ടാണ് ആ ചാനലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം നിരവധി ചാനലുകൾ, ഇന്നിപ്പോൾ 10-30 ചാനലുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ധാരാളം മലയാളം ചാനലുകൾ വന്നിട്ടുണ്ട്. നാഷണൽ ചാനലുകളുടെ, ഇപ്പോൾ ന്യൂസ് 18 പോലുള്ള, സി മലയാളം പോലെയൊക്കെയുള്ള നാഷണൽ ചാനലുകളുടെ സ്റ്റേറ്റിലുള്ള, സംസ്ഥാനത്തുള്ള മലയാളത്തിലേക്കുള്ള വേർഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും ഏഷ്യാനെറ്റ് തല ഉയർത്തി നിൽക്കുന്നു. 30 വർഷം കൊണ്ട് ഏഷ്യാനെറ്റ് വലിയ പേരാണ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് ശശികുമാർ അവർകൾ അവിടെ നിന്ന് മാറി, അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് മാറി. ഒരു മോഹൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് മോഹൻ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ, പിന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളുണ്ട്. വളരെ വലിയ ഒരു നിര തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓരോ ആളുകൾ, MG രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകൾ, വളരെ പ്രമുഖരായിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നൊരു ചാനലാണ്. എന്തായാലും ഏഷ്യാനെറ്റ് ചാനലിന് 30 വർഷം ആഘോഷിക്കുന്ന ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ ഒരു യൂട്യൂബ് ഡിജിറ്റൽ ചാനൽ മാത്രമാണ് എങ്കിൽ പോലും നമ്മൾ എപ്പോഴും കുടുംബത്തിൽ ഒരാളിന്, ജ്യേഷ്ഠ സഹോദരനായാലും വലിയ മൂത്ത ആളിനൊക്കെ ജന്മദിനം വരുമ്പോൾ നമ്മൾ ആഘോഷിക്കും, സന്തോഷിക്കും. അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഈ 30ാം വാർഷികത്തിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ ടൈറ്റിൽ പോലെ തന്നെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. നിരന്തരം, നിർഭയം, നേരോടെ, എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാകട്ടെ. അതിൽ കക്ഷി രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ തന്നെ മാറി നിൽക്കട്ടെ. നേരോടെ, നിർഭയം മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും.